കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. ക്വീൻസ് ചർച്ച് ഓഫ് ഗോഡ് മലയാളം കൊയർ ഒരുക്കുന്ന ഈ ഓൺലൈൻ ക്രിസ്മസ് കൂട്ടായ്മയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള അത്യഗാധമായ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം. ഇതാ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ബേത്ലഹേമിൽ ഉദയം ചെയ്തു. സകല മനുഷ്യർക്കും, അതിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ, യഹൂദനെന്നോ ജാതിയെന്നോ ഇല്ലാതെ, ചുങ്കക്കാരനെന്നോ പാപിയെന്നോ ഇല്ലാതെ, സകല മനുഷ്യർക്കും, എല്ലാ മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ബേത്ലഹേമിൽ ഉദയം ചെയ്തു. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജാതനായി. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമ്മുടെ ദൈവം രാജാവാകുന്നു. ഇസ്രായേലിൻ്റെ രാജാവായവൻ, സ്വർലോകത്തിൻ്റെ അധിപനായവൻ, നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി വാഴ്ത്താം. ഒരു പാട്ടോടുകൂടെ ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വാനമതിൽ താരകളിൽ കാൽച്ചിലമ്പൊലി കേൾക്കുന്നു. രാക്കിളികൾ കൂവിമെല്ലെ മോദഗാനമുയർത്തുന്നു. ജാതം ചെയ്തൊരു ദേവരാജനെ വാഴ്ത്തി പാടുന്നു. പാടുന്നു പാടുന്നു. രാക്കിളികൾ കൂവിമെല്ലെ മോദഗാനമുയർത്തുന്നു. വാനമതിൽ താരകളിൽ കാൽച്ചിലമ്പൊലി കേൾക്കുന്നു. രാക്കിളികൾ കൂവിമെല്ലെ മോദഗാനമുയർത്തുന്നു. ജാതം ചെയ്തൊരു ദേവരാജനെ വാഴ്ത്തി പാടുന്നു. പാടുന്നു പാടുന്നു. അധിപനായോ ബലിയണച്ചു ലോകത്തിനുടെ പാപങ്ങളെ നീക്കി. അധിപനായോ ബലിയണച്ചു ലോകത്തിനുടെ പാപങ്ങളെ നീക്കി. ലോകേശൻ ജാതനായി, ഈ ലോക ജാതനായി, കൂട്ടി ജാതനായി. ലോകേശൻ ജാതനായി, ഈ ലോക ജാതനായി, കൂട്ടി ജാതനായി. രാക്കിളികൾ കൂവിമെല്ലെ മോദഗാനമുയർത്തുന്നു. വാനമതിൽ താരകളിൽ കാൽച്ചിലമ്പൊലി കേൾക്കുന്നു. രാക്കിളികൾ കൂവിമെല്ലെ മോദഗാനമുയർത്തുന്നു. ജാതം ചെയ്തൊരു ദേവരാജനെ വാഴ്ത്തി പാടുന്നു. പാടുന്നു പാടുന്നു. ആ
യോഗേശൻ ജാതനായി ഈ ലോകജാതനായി പുൽക്കൂട്ടിൽ ജാതനായി യോഗേശൻ ജാതനായി ഈ ലോകജാതനായി പുൽക്കൂട്ടിൽ ജാതനായി ചെയ്തൊരു ദേവരാജനെ വാഴ്ത്തി പാടുന്നു പാടുന്നു താരകളിൽ കാച്ചിയം പൊലി കേൾക്കുന്നു ധ്യാനം ചെയ്തൊരു ദേവരാജനെ വാഴ്ത്തി പാടുന്നു പാടുന്നു. ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. 2000 പരം വർഷങ്ങൾക്ക് മുൻപ് വാഗ്ദത്തപ്രകാരം ദൈവം തൻ്റെ ദൂതനെ നസ്രത്തിലെ മറിയ എന്ന കന്യകയായ യുവതിയുടെ അടുക്കലേക്ക് അയച്ചു. കൃപ നിറഞ്ഞവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന വന്ദനം കേട്ട് ഭ്രമിച്ചു നിന്ന മറിയയോട് ദൂതൻ പറഞ്ഞത്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ച മറിയത്തോട് ദൂതൻ അരുളി ചെയ്തത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മറിയ സർവശക്തൻ്റെ ഹിതത്തിനായി തന്നെ സമർപ്പിച്ചു. കാലത്തിൻ്റെ സമ്പൂർണതയിൽ പിതാവായ ദൈവം പുത്രനെ ഈ ഭൂമിയിലേക്ക് മാനവരാശിയുടെ രക്ഷയ്ക്കായി അയക്കുന്നു. പുത്രനായ ദൈവം ദൈവസ്വരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഈ ക്രിസ്തുയേശു നമ്മുടെ ഹൃദയത്തിൽ ജനിച്ച് വസിച്ച് പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം സർവശക്തൻ്റെ കരത്തിൻ കീഴെ സമർപ്പിക്കാം. ദൈവം ഏവരെയും തൻ്റെ കൃപയാൽ നിറച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. താരങ്ങൾ മിന്നിടുമ്പോ സ്വർഗീയ മാലാഖമാർ താരാട്ടു പാടിയിടുന്നു. ഭൂമിയിലുള്ള രാവിൽ താരങ്ങൾ മിന്നിടുമ്പോ സ്വർഗീയ മാലാഖമാർ താരാട്ടു പാടിയിടുന്നു. പുൽക്കൂട്ടിൽ ഒരു ശിശു ജാതനായി, ആനന്ദത്തോടു നാം പാടിപ്പുകഴ്ത്തിയിട ജാതനായി. പുൽക്കൂട്ടിൽ ഒരു ശിശു ജാതനായി, ആനന്ദത്തോടു നാം പാടിപ്പുകഴ്ത്തിയിട ജാതനായി. എന്താനന്ദം, 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 ഒരു ശിശു ജാതനായി. പാടിയിടും ദൂതഗണം ഉന്നതത്തിൽ മഹത്വം.
പാപങ്ങൾ നീക്കുവാൻ ശാപങ്ങൾ തീർക്കുവാൻ മുൻകൂട്ടി ജാതനായി. ദാവീദിൻ നഗരിയിൽ ബേത്ലഹേം ഗോശാലയിൽ ഒരു ശിശു ജാതനായി. പാപങ്ങൾ നീക്കുവാൻ ശാപങ്ങൾ തീർക്കുവാൻ മുൻകൂട്ടി ജാതനായി. എന്താനന്ദം, 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 ഒരു ശിശു ജാതനായി. ഞങ്ങളും ദൂതരോടൊത്തുകൂടി രാജാധിരാജൻ മുൻപിൽ ഹോസന്ന പാടിയിടുന്നു. ഞങ്ങളും ദൂതരോടൊത്തുകൂടി രാജാധിരാജൻ മുൻപിൽ ഹോസന്ന പാടിയിടുന്നു. എന്നു നീ വന്നിടും ഏഴകനായിടും ഞങ്ങളെ ചേർത്തിടുവാൻ. രാജാധിരാജനം യേശു മഹോന്നതൻ ദേവാദിദേവസുതാ. എന്നു നീ വന്നിടും ഏഴകനായിടും ഞങ്ങളെ ചേർത്തിടുവാൻ. രാജാധിരാജനം യേശു മഹോന്നതൻ ദേവാദിദേവസുതാ. എന്താനന്ദം, 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 ഒരു ശിശു ജാതനായി. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ അറിയിക്കട്ടെ. മനുഷ്യൻ്റെ പാപം മൂലം മരണം ലോകത്തിൽ കടന്നപ്പോൾ അതിന് പരിഹാരം വരുത്തുവാൻ ദൈവത്തിൻ്റെ പുത്രനായവൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചതാണ് ക്രിസ്തുമസ്. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്ന യഹൂദന്മാർ കർത്താവിനോട് ചോദിച്ചു, നീ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ വലിയവനോ? കർത്താവ് അവരോട് പറഞ്ഞു, മക്കളെ, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിയിൽ അവനൊരു ആരംഭമില്ല, ഒരു അവസാനമില്ല. അവിടുന്ന് മഹാദൈവമാണ്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. എന്നാൽ യേശുവിൻ്റെ മനുഷ്യത്വത്തിൽ അവനൊരു തുടക്കമുണ്ട്, ഒരു അവസാനമുണ്ട്. ആ തുടക്കമാണ് ബെത്ലഹേമിൽ ഒരു ശിശുവായി കർത്താവ് ജനിക്കുന്നത്. യേശുവിൻ്റെ അടുത്തേക്ക് വിദ്വാൻമാർ വളരെ ദൂരദേശത്തു നിന്ന് കടന്നു വന്നു. അവർ അവനെ കണ്ട് കർത്താവിനെ നമസ്കരിച്ചു. പൊന്ന്, മൂര്, കുന്തിരിക്കം എന്നിവ സമ്മാനമായി കൊടുത്തു. പൊന്ന് യേശുവിൻ്റെ രാജ്യത്വത്തെ കാണിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പറയുന്നു, അവന് രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന പേര് അവൻ്റെ തുടമേലും എഴുത്ത് എഴുതിയിരിക്കുകയാണ്. മൂര് യേശുവിൻ്റെ പ്രവാചക ശുശ്രൂഷയെ കാണിക്കുന്നു. വിലയേറിയ സുഗന്ധ തൈലമാണ് മൂര്. മൂന്നാമതായി കുന്തിരുക്കം യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ കാണിക്കുന്നു. യേശുവിൻ്റെ 3 പൊസിഷനെയും അവിടെ കാണിക്കുകയാണ്. അവിടുന്ന് രാജാവ്, അവിടുന്ന് പ്രവാചകൻ, അവിടുന്ന് പുരോഹിതൻ. ആ പുരോഹിതനാവൻ, ആ രാജാവായവൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനിടയായി. യേശുവിനെ ഒരു വ്യക്തി തൻ്റെ ഉള്ളിൽ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തുമസ് അവൻ്റെ ഉള്ളിൽ ജനിക്കുന്നത്. ഈ ഭാഗ്യം ലഭിച്ച എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.
തുള്ളിക തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ. മഞ്ഞിൻ തുള്ളിക തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ. ഒരു പുൽക്കൊടി തേടി ദേവസുതനെ തേടി ഇടയന്മാരും മണഞ്ഞല്ലോ. തൊഴുത്തു കണ്ടു അവർ സ്വർഗീയ ഗാനം കേട്ടു. തൊഴുത്തു കണ്ടു അവർ സ്വർഗീയ ഗാനം കേട്ടു. മറിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും യേശുനാഥനെ കണ്ടു. മറിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും യേശുനാഥനെ കണ്ടു. ദൂരെ നിന്നും ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാര്യം തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. നിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ. നിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ. നവസ്വരമഞ്ജരിയിൽ ഒരു മനസ്സോടെ നാഥനെ വാഴ്ത്തി പാടുന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാര്യം തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാര്യം തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. പ്രൈസ് ലോർഡ്. യേശുവിൻ്റെ ജനനത്തെ ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ ക്രിസ്മസ് വേളയിൽ വിദ്വാൻമാരുടെയും ആട്ടിടയുടെയും സന്ദർശനം വളരെ പ്രസക്തമാണ്. അന്നത്തെ കാലത്ത് സമൂഹത്തിൽ സ്ഥാനവും ധനവും അറിവുമുള്ള വിദ്വാൻമാർക്ക് ഒരു നക്ഷത്രം പ്രത്യക്ഷമായി. അവരതിനെ പിന്തുടർന്ന് കാലത്തെഴുത്തിൽ കിടക്കുന്ന യേശുക്കുഞ്ഞിൻ്റെ അരികിലെത്തി. അവർ കാഴ്ചകൾ നൽകി യേശുക്രിസ്തുവിനെ വണങ്ങിയതായിട്ട് നമ്മൾ വായിക്കുന്നു. എന്നാൽ വെളിം പ്രദേശത്ത് ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാർക്കും ഒരു ദൂതൻ പ്രത്യക്ഷനായി. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത അവർ വിശ്വസിച്ചു. അവർ ബന്ധപ്പെട്ട് ചെന്ന് പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ കണ്ട് നമസ്കരിച്ചതായും നമ്മൾ വായിക്കുന്നു. അതെ, മാനവകുലത്തിന് രക്ഷകനായാണ് യേശു അവതരിച്ചത്. അതിലൊരു വ്യത്യാസവുമില്ല. ഏതു കുലത്തിലും ജാതിയിലും വർണ്ണമുള്ള വ്യക്തിയായാലും രക്ഷകനായി യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ വ്യക്തികളും കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച എല്ലാ വ്യക്തികളോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ രക്ഷയുടെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ
ഈ ക്രിസ്മസ് അതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ബേത്ലഹേമിൽ നാഥൻ പിറന്നു, സ്വർഗീയ ജീവൻ നൽകാൻ. ഈ ഭൂമിൽ ശാന്തി നൽകിടും വിണ്ണാനം മണ്ണിലേകിടാൻ ദൈവം പിറന്നു. മണ്ണിൽ നരനായി സ്വർഗീയ വൃന്ദം പാടി ഗ്ലോറിയ. ബേത്ലഹേമിൽ നാഥൻ പിറന്നു, സ്വർഗീയ ജീവൻ നൽകാൻ. മാലാഖമാർ പാടിയ മോദനായി ലോകൈകനാഥനെ വാഴ്ത്തി. ഈ ലോകപാപം നീക്കിടാൻ നാഗഭാഗ്യം നൽകിടാൻ ദൈവം പിറന്നു. മണ്ണിൽ നരനായി സ്വർഗീയ വൃന്ദം പാടി ഗ്ലോറിയ. മാലാഖമാർ പാടിയ മോദനായി ലോകൈകനാഥനെ വാഴ്ത്തി. താരകം വാനിൽ തെളിഞ്ഞു, പിന്മേഘം വാനിലൊഴുകി. പാടി പാടി മോദമായി ദൈവദൂതരാഗതരായി ദൈവം പിറന്നു. മണ്ണിൽ നരനായി സ്വർഗീയ വൃന്ദം പാടി ഗ്ലോറിയ. പൊൻതാരകം വാനിൽ തെളിഞ്ഞു, പിന്മേഘം വാനിലൊഴുകി. സർവേശപുത്രൻ വിണ്ണിൽ പ്രകാശധാരയായി. പാപാന്ധകാരം നീക്കിടാൻ സ്നേഹദീപം കാട്ടിടാൻ ദൈവം പിറന്നു. മണ്ണിൽ നരനായി സ്വർഗീയ വൃന്ദം പാടി ഗ്ലോറിയ. ഭൂജാതനായി സർവേശപുത്രൻ വിണ്ണിൽ പ്രകാശധാരയായി. നാഥൻ പിറന്നു, സ്വർഗീയ ജീവൻ നൽകാൻ. സ്വർഗീയ ജീവൻ നൽകാൻ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, അതാകുന്നു ക്രിസ്മസിൻ്റെ സന്ദേശം. യേശുവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവിൽ കൂടെ അരുളി ചെയ്ത പ്രാവചനിക വചനങ്ങളാണ് ഈ വാക്യം. ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടമാക്കി. ദൈവത്തോടുള്ള കൂട്ടായ്മ എന്നേക്കുമായി നഷ്ടമാക്കിയ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാലസമ്പൂർണ്ണതയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. സ്വർഗത്തിൻ്റെ മഹിമകളെ മുഴുവൻ വെടിഞ്ഞിട്ട് വചനം ജഡമായി തീർന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പഴയ നിയമത്തിലെ യഹോവ ശമ്മ, യഹോവ അവിടെ. യേശുവിൻ്റെ ജനനത്തോടുകൂടെ യഹോവ ശമ്മയായവൻ, സാക്ഷാൽ ദൈവമായവൻ, സാക്ഷാൽ വചനമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിനോട് ചേർന്ന് ഇനി യഹോവ അവിടെയല്ല, യഹോവ നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. യേശുവിൻ്റെ മരണശേഷം യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് ഓടിപ്പോയ ശിഷ്യന്മാരെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? യേശു ഒരു അപരിചിതനെ പോലെ അവരോട് ചേർന്ന് നടന്നു. അവരോട് അവരുടെ തർക്കങ്ങൾക്കും വാദങ്ങൾക്കും ഉത്തരം കൊടുത്തതിന് ശേഷം യേശു അവരോട് കൂടെ നടന്ന് അവർ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്ന് യേശുവെന്ന് അവർക്ക് വെളിപ്പെടുത്തി. യേശു നമ്മോട് കൂടെയുണ്ട്. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ദൈവത്തിൽ നിന്നും അകലം വിട്ട് സഞ്ചരിക്കുന്നവരായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ. എന്നാൽ ഈ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നിങ്ങളുടെ വേദനകളിൽ, നിങ്ങളുടെ ഭാരങ്ങളിൽ നിങ്ങളെ താങ്ങുവാൻ യേശു നിങ്ങളോട് കൂടെയുണ്ട്. ഇത് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന ഒരു ബന്ധമല്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് യേശു വാഗ്ദത്തം ചെയ്തു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ
ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന്, നിങ്ങളെ ചേർക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പുരിവീതിയിൽ കേൾക്കയായി മോദസംഗീതം, രാജരാജനീശ ജനനം അതു പാടും ഇടയഗണം. തേടി ആടിപ്പാടി താളത്തിൽ പാടി കൂടാം കൂടാം ഉണ്ണീനം ചാരെ കുമ്പിട്ടിടാം രാജാവിൻ പാതേ. പുരിവീതിയിൽ കേൾക്കയായി മോദസംഗീതം, രാജരാജനീശ ജനനം അതു പാടും ഇടയഗണം. പരനേ നീ വന്നു പാരിതിൽ, നരനെ മാറോടു ചേർത്തുവോ, കരണേ സ്വർഗീയ നൽവരം കരയിൽ നിന്ദാസരിൽ. പരനേ നീ വന്നു പാരിതിൽ, നരനെ മാറോടു ചേർത്തുവോ, കരണേ സ്വർഗീയ നൽവരം കരയിൽ നിന്ദാസരിൽ. പോകാം പോകാം ഗോശാല തേടി ആടിപ്പാടി താളത്തിൽ പാടി കൂടാം കൂടാം ഉണ്ണീനം ചാരെ കുമ്പിട്ടിടാം രാജാവിൻ പാതേ. പുരിവീതിയിൽ കേൾക്കയായി മോദസംഗീതം, രാജരാജനീശ ജനനം അതു പാടും ഇടയഗണം. വിമലം ഈ ശാന്തരാത്രിയിൽ, ഉദയം ചെയ്തോരു താരമേ, ഹൃദയേ നിൻ ദിവ്യദർശനം ഉളവായി ഈ വേളയിൽ. വിമലം ഈ ശാന്തരാത്രിയിൽ, ഉദയം ചെയ്തോരു താരമേ, ഹൃദയേ നിൻ ദിവ്യദർശനം ഉളവായി ഈ വേളയിൽ. പോകാം പോകാം ഗോശാല തേടി ആടിപ്പാടി താളത്തിൽ പാടി കൂടാം കൂടാം ഉണ്ണീനം ചാരെ കുമ്പിട്ടിടാം രാജാവിൻ പാതേ. പുരിവീതിയിൽ കേൾക്കയായി മോദസംഗീതം, രാജരാജനീശ ജനനം അതു പാടും ഇടയഗണം. പുരിവീതിയിൽ കേൾക്കയായി മോദസംഗീതം, രാജരാജനീശ ജനനം അതു പാടും ഇടയഗണം. അതു പാടും ഇടയഗണം. അതു പാടും ഇടയഗണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നുവെന്ന്
കർത്താവിൻ്റെ ഒരു ദൂതൻ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്ന ഇടയന്മാരെ അറിയിച്ചു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അവർ പാടിയത് ഇപ്രകാരമായിരുന്നു: അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. യേശുക്രിസ്തുവിൻ്റെ ലോകജനനത്തിൽ ദൂതസംഘത്തിന് മിണ്ടാതിരിക്കുവാൻ കഴിഞ്ഞില്ല. അവർ ദൈവത്തെ പാടി മഹത്വീകരിച്ചു. അവർ അവിടെ അവസാനിപ്പിച്ചില്ല. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ കാരണവും അവർ വെളിപ്പെടുത്തി. പാപം ചെയ്ത് ദൈവകോപത്തിനിരയായ ലോകത്തിന് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ ദൈവപ്രസാദവും സമാധാനവും നൽകുവാൻ ദൈവത്തിന് തിരിഹിതമായി. യേശുവിൻ്റെ ഒരു നാമവിശേഷണമാണ് സമാധാന പ്രഭു. അതെ, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ലഭ്യമാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് യേശുക്രിസ്തു പറഞ്ഞു. സമാധാനം ഇല്ലാത്ത, സമാധാനം എടുത്തു കളയുന്ന ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാക്കുന്ന ദൈവമക്കളാകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പോലെ മിന്നിത്താരമെന്നും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. മിന്നി പോലെ മിന്നിത്താരമെന്നും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. ഉച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടിതുറങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാ ഉച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടിതുറങ്ങട്ടെ. മിന്നിത്താരമെന്നും മിന്നാമിന്നി പോലെ മഞ്ഞ പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. പെയ്തുവല്ലോ മിന്നിക്കാലമെങ്ങും മിന്നാമിന്നി പോലെ മഞ്ഞ പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ.
മാന്യ പ്രേക്ഷകർക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം, ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് എല്ലാവരെയും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചു കൊള്ളട്ടെ. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിൽ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. ഈ ക്രിസ്മസ് സീസണിൽ ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് ഹെരോദ രാജാവ് ഭരിക്കുന്ന സമയം. ആ അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾക്ക് ശേഷം നോക്കിയാൽ കാണുവാൻ കഴിയുന്നുണ്ട്, ഈ ഹെരോദ രാജാവ് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും കൊല്ലുന്ന ഒരു ഹൃദയമുള്ള നിഷ്ഠൂരനായ രാജാവായിരുന്നു. എന്നാൽ ഹെരോദ രാജാവ് ദേശത്തെ വാഴുന്നത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് തടസ്സമല്ലായിരുന്നു. ഹെരോദ രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു തന്നെ യഹൂദയിൽ ബേത്ലഹേമിൽ ക്രിസ്തു ഭൂജാതനായി എന്ന് ആ അധ്യായത്തിൽ കാണുന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ ക്രിസ്തുമസ് സീസണിൽ ലോകമെല്ലാം ക്രിസ്തുവിൻ്റെ ജനനത്തെ ഓർക്കുന്ന ഈ വേളയിൽ ലോകത്തെല്ലാം സന്തോഷം കൊണ്ടുവരുന്ന, ലോകത്തെല്ലാം സമാധാനം കൊണ്ടുവരുന്ന, ലോകത്തെല്ലാം നിത്യരക്ഷയെ ദാനമായി നൽകുന്ന ക്രിസ്തുവിൻ്റെ നക്ഷത്രം ഹെരോദാവ് ഭരിക്കുന്ന സമയത്ത് ഉദിച്ചു എന്ന് ദൈവവചനം പറയുന്നു. ഇന്ന് നാം ആയിരിക്കുന്ന ഈ കാലയളവിൽ, ഇന്ന് നാം ആയിരിക്കുന്ന ഈ തലമുറയിൽ, ഇന്ന് നാം ആയിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഇന്ന് നാം ആയിരിക്കുന്ന കൾച്ചറലി ഡിവൈഡായിരിക്കുന്ന സ്വന്തം കുടുംബങ്ങൾ പോലും തമ്മിൽ അടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും അനേകരെയും കൊന്നുകൊണ്ടിരിക്കുന്ന മധ്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഇതിൻ്റെ മധ്യത്തിൽ ഒരു നക്ഷത്രം ഉദിച്ചു. ആ നക്ഷത്രത്തിൻ്റെ പേര് യേശു. ആ നക്ഷത്രം ഉദിക്കുവാൻ തക്കവണ്ണം തടസ്സമായി ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. ഹെരോദാവിൻ്റെ ശക്തി അഥവാ ഗവൺമെന്റിൻ്റെ ശക്തി, മതത്തിൻ്റെ ശക്തി, ആയിരുന്ന ജ്ഞാനികളുടെ ശക്തി, അതിൻ്റെ എല്ലാം മധ്യത്തിൽ നോക്കിയാൽ മനസ്സിലാക്കുന്നത് ബേത്ലഹേമിൽ അല്ല, യഹൂദയിൽ ബേത്ലഹേമിൽ അവൻ പൂജാതനായി. ദൈവത്തിൻ്റെ വചനത്തിൽ യഹൂദ എന്ന് പറയുന്നത് സ്തുതിയെ കാണിക്കുന്നു. വേദപുസ്തകത്തിൽ ബേത്ലഹേം എന്ന് പറയുന്നത് അപ്പത്തിൻ്റെ ഭവനം എന്ന് പറയുന്നു. അഥവാ സ്തുതിയുടെയും ദൈവവചനത്തിൻ്റെ ആയിരിക്കുന്ന അന്നന്നത്തേക്കുള്ള അപ്പം, ഡെയിലി ബ്രെഡ്, അതിൻ്റെ മധ്യത്തിൽ യേശു പൂജാതനാകുന്നു. മാന്യ സഹോദരങ്ങളെ, ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ ഭവനത്തിലോട്ട് ഈ ഗാനങ്ങളുമായി വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ വെറുതെ ഒരു പാട്ട് കേൾക്കുകയല്ല. ഈ ഗാനങ്ങൾ കർത്താവായ യേശുവിൻ്റെ സ്തുതിഗീതങ്ങളാകുന്നു. ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ സ്തുതിയുടെ മധ്യത്തിൽ അഥവാ ഈ ഗാനങ്ങളുടെ ഓരോ ഈരടികൾ നിങ്ങൾ നോക്കിയാൽ ദൈവത്തിൻ്റെ വചനത്തിൽ വേദപുസ്തകത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈരടികളാകുന്നു. ആ ഈരടികളുമായിട്ട് ചേർന്നു വരുന്ന സ്തുതിയുടെ മധ്യത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന, ഈ നക്ഷത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കട്ടെ. ഈ നക്ഷത്രം ഉദിച്ചാൽ അല്ല, ഈ നക്ഷത്രം ഹൃദയത്തിൽ ജനിച്ചാൽ
അല്പം കൂടി ഞാൻ തെളിച്ചു പറയട്ടെ. ഈ യേശു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പുത്രൻ ഹൃദയത്തിൽ പൂജാതനായ യഹൂദയുടെ സ്തുതിയുടെ അപ്പത്തിൻ്റെ ഭവനത്തിൽ ഈ യേശു പൂജിതനായി കഴിയുമ്പോൾ ഹെരോദാവ് എതിർത്തെന്നിരിക്കും, രാഷ്ട്രീയ സമൂഹങ്ങൾ എതിർത്തെന്നിരിക്കും, ജാതീയ ചിന്താഗതികൾ എതിർത്തെന്നിരിക്കും. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഇത് ജനിച്ചാൽ സന്തോഷവും ഉല്ലാസവും സമാധാനവും നിത്യരക്ഷയും അനുഭവിച്ചറിയുവാനിടയാകും. ഞങ്ങളുടെ പ്രാർത്ഥന ഇന്ന് നിങ്ങൾ ഈ ഗാനങ്ങൾ ശ്രവിക്കുമ്പോൾ, മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ, ദൈവത്തെ സ്തുതിക്കുന്ന ദൂതന്മാർ പാടിയ, ഇടയർ പാടിയ, ആട്ടിടയർ സന്തോഷത്തോടെ വന്ന, വിദ്വാൻമാർ കൊണ്ടുവന്ന പൊന്നും മോരും കൊന്തിരിക്കവും കാഴ്ചവെച്ച ആ അരുമനാഥൻ ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ ജനിച്ചത് എനിക്കും നിനക്കും രക്ഷ നൽകുവാനാണ്. ആ യേശു പൂജാതനാകുക മാത്രമല്ല ചെയ്തത്, ചില കാലങ്ങൾക്ക് ശേഷം എൻ്റെയും നിൻ്റെയും പാപത്തിന് വേണ്ടി കാൽവറിയിൽ തൻ്റെ ജീവനെ നൽകി. ഈ ക്രിസ്തുമസ് സന്ദേശം നിങ്ങളോട് സംസാരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിൽ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. അതേ സമയത്ത് അതിൽ കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കും നിങ്ങളുടെ ഹൃദയത്തെ ഈ യേശുവിന് സമർപ്പിച്ച് കഴിഞ്ഞാൽ. അതിനുവേണ്ടി ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. സ്വർഗീയമായിരിക്കുന്ന ദൈവിക സാന്നിധ്യം, ദൂതന്മാരുടെ സാന്നിധ്യം, സമാധാനം നൽകുന്ന, സ്വസ്ഥത നൽകുന്ന, ലോകത്തിന് നൽകുവാൻ കഴിയാത്ത നിത്യശാന്തി നൽകുന്ന ഈ യേശു എൻ്റെയും ജീവിതത്തിൽ ഒരു ദിവസം വന്നു. നിങ്ങളുടെ ജീവിതത്തിലും അത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ, ദേവനാദം കേട്ടു ആമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ, ദേവനാദം കേട്ടു ആമോദരാ. പന്തരാജികൾ ഇഴയും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ, താരകരാജകുമാരിയോടൊപ്പം
ന്യൂയോർക്കിലുള്ള ക്യൂൻസ് ചർച്ച് ഓഫ് ഗോഡ് മലയാളം കൊയറിൻ്റെ ഇന്നത്തെ സംഗീത ശുശ്രൂഷ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് സാധ്യമാക്കി തന്ന സർവകൃപാലുവായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഒപ്പം ഇതുവരെയും ഞങ്ങളെ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. എന്ത് ചെയ്താലും അത് കർത്താവിൻ്റെ നാമ മഹത്വത്തിനായി ചെയ്യുവീൻ എന്ന് ഓർപ്പിക്കുന്ന അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന ഗാനം നിങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മഞ്ഞുവെയിലും പാതിരാ
We're here to give you praise and worship, for you alone are worthy, Lord God. Thank you, Lord Jesus, that your Holy Spirit has met us in this place, Lord God. Help us to bring our attention to your presence this morning, Lord Jesus. You are worthy, Lord God. You are great and worthy to be praised, Jesus. Thank you, Lord God. Thank you, Jesus, for coming to save the world, Lord God. Thank you that you loved us so much that you sent your Son to save the world, Lord. Thank you, Jesus. You are worthy, Lord. Thank you, Jesus. Praise you, Jesus. Oh, come, all ye faithful, joyful and triumphant. Oh, come ye to Bethlehem. Come and behold him, born the King of angels. Oh, come, let us adore him. Oh, come, let us adore him. Oh, come, let us adore him.
Oh, come, let us adore Him. Oh, come, let us adore Him. Oh, come, let us adore Him, Christ the Lord. Oh, come, let us adore Him. Oh, come, let us adore Him. Oh, come, let us adore Him, Christ the Lord. If you have your Bibles, please turn with me to Isaiah chapter 9. And I'll be reading from 6, verse 6 and 7. For to us a child is born, to us a son is given, and the government will be on his shoulders. And he will be called Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. Of the greatness of his government and peace there will be no end. He will reign on David's throne and over his kingdom, establishing and upholding it with justice and righteousness from that time on and forever. The zeal of the Lord Almighty will accomplish this. Father God, I lift your name up in this place, Jesus. Thank you that your presence is here with us, Lord. Thank you that we can feel your presence here. No matter where we are, that we can feel you with us, Jesus. Thank you that your hand has been the one to guide us through. Lord, that your presence has been there to comfort us and to bring us through any circumstance we've been in, Jesus. Lord, I thank you, Lord, that you are in this place right now. I thank you, God, that you are here. Lord, I ask that you would just take over this service, take over all of the services, and have your Holy Spirit have your way in this place, Jesus. Thank you, God, that, Lord, that you have unending love for us, Lord, and that your faithfulness never ends, Jesus. Lord, we worship you, King of Kings and Lord of Lords. We praise your holy name in this place. We magnify your name, Jesus. Lord, we give ourselves to you. We give all of our burdens to you. We lay it at your feet, Jesus. Lord, we know it is your will that everything will be done in your plan. And we trust in your plan and we trust in your process, Jesus. Lord, we give you all the glory and honor, and help us to be careful to give you all the glory and honor and praise. In your sweet and matchless name I pray. Amen. You may all be seated. Merry Christmas to everyone. Sometimes it's hard to believe we've even gotten through this year so fast. It seems like a blur most of the months that we've been inside and quarantined, and things maybe weren't going our way, and we struggled through a lot of different difficulties. I know that all of us have a testimony that we can share about the goodness of God in this year. And I'm thankful for that. I'm grateful for that, even in my life, the way God has been so good. And I just wanted to talk about this verse that we were reading. For to us a child is born, to us a son is given. And this was written by the prophet Isaiah in the Old Testament, long before Jesus had come to the earth. And God knew exactly the plans that were set in place that would bring to us the Savior of the world, right?
And we see this even in the Old Testament, that the prophet Isaiah was able to say what was going to happen when people had no idea or what was going to happen and who was going to come to save the world. And he says it so clearly: a child is born, a son is given. He will be called Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. Well before the time of anyone even knowing that this would happen. And that's the kind of God we serve. The God that knows well before anything happens that he has all of the plans set in place. He knows exactly our every need before we could even say it. He knows what's going to happen in the future before we even know it. All we see is what's before us. That big mountain, that battle that's before us that we can't overcome. And God already knows the solution. He already knows the answer. And we serve a living God. Even in this year when we were seeing such a tumultuous, a hard situation, things that we thought we couldn't overcome, God already saw through to the end. He already knew what was going to happen to us. He already provided us with our houses that we didn't think we'd have. He already gave us the jobs we didn't think we'd get. He already gave us all these things that we couldn't even imagine, and he knew this before even time began. Our whole life story was written by the author and the perfecter of our faith. And this is who we serve. This is who we believe. This is why we're here today. And this is why we celebrate the life of Jesus and the Savior that came to the earth to take away all of our sins and to renew us with him. And so this holiday season, remember that. Remember that Jesus is Lord. Remember that he is a King of Kings and he knows our whole story. He has written our whole life story. And all we can do is trust in his plan, trust in his process, trust that he knows the way for us. And that's how we've come this far, is only through our faith in God and through his word that we are able to get through this year. So I just want to give thanks and praise to God and just give a reminder of what this holiday season is all about. Continue to move in this place, Lord Jesus. Echo
here once again, Father God. Hallelujah. We thank you, Lord Jesus, for the opportunity that we have to be in your presence, Lord God. We thank you. Wise men start the journey 2 years ago, just like you and I. 2 years. When I was preparing this message, I was thinking, when did they travel? Is it daytime or nighttime? They already have flashlight. No cell phone signal either. So naturally they travel at night. Because star is not visible in the daytime. So they travel until the star disappear or not visible. 2 years, and they came to Jerusalem, nearby Bethlehem. Instead of looking to the star, they called the Google. Where is the city hall? Where is the palace? Naturally, king is in the palace. So instead of looking to the star, they looked to Google. They believed in the Google and Wikipedia more than their parents. Parents, what do you know? You don't know how to operate a phone. I still remember in Ethiopia, an 8-year-old kid came and we want to transfer some music from phone to phone. While we were struggling, a kid, an Ethiopian kid, doesn't even speak English. No, we could do it. It really happened. I'm sure you give your phone to your kids and they will tell you, oh daddy, this is the way it is. This is what the Google says. They took the eye from the star. They looked to the world. They went to the palace. Some of you spoke in tongues, but you haven't spoken in tongues now. Some of you are shedding tears when you sit in the presence of God. Some of you could not even put the Bible away. Remember those days? But all those other stuff came in, took the eyes of the star. But this star waited for them. This star waited for them. After they have heard the king, they went on their way. And star they have seen when it rose, when they had thought, until it stopped up. Why they took the detour? Oh, you can't blame them. Why did you take the detour? Why did I take the detour? They were wise men, still took the detour. I'm not that wise, I'm taking detour too. But this star was a waiting star. And I thank God. Peter was walking. He said, girl, I don't know what you're talking about. I don't go to that church. You got the wrong guy. Even the preachers do that. I'm not him, it's somebody else. But this star was waiting for him. My Jesus waited for me. He waited for me many times. That's why I'm standing here today. When people give up on me, when I myself say I will not be able to make it. When you and I walked away from God, did not follow the way He expects. There might be some people struggling life, fighting with your own will. Might be listening to you in this Christmas season.
I want you to know there is a star waiting for you outside. You just come out from that crack house. You just come out from the friendship. You just come out from the relation. You just walk and stand there. Look to heaven. You will see the star still shining, looking to you and I. Come, son. Come, son. Come, son. Come, daughter. The robe is ready. The ring is ready. The sandals are ready. Come home. This star is a waiting star. Hediyabaz fırıştırız nike logon utaraya jame aaj Quran hediyabaz jo बैठे हैं अंधेरों में वो आए रोशनी ले ले गमों में रहने वाले जिंदगी की हर खुशी ले ले जो बैठे हैं अंधेरों
us from the Kamar family. We're so grateful for all of you guys, and we're very lucky to have you all, and thank you for all your prayers, and we're glad that everyone is being healthy and safe, and we hope to continue that. God bless you all. Praise the Lord. Merry Christmas to everyone. परमेश्वर का धन्यवाद करती हूँ कि परमेश्वर ने हमारे लिए अपना इकलौता बेटा भेजा। बाइबल में लिखा है कि जो उसमें विश्वास करेगा वो बचाया जाएगा। हम परमेश्वर का धन्यवाद करते हैं अपने इकलौते बेटे को भेजने के लिए। तो हमारा फर्ज बनता है कि हम परमेश्वर के उस मैसेज का प्रचार सब लोगों को बताएं जो परमेश्वर को नहीं जानते, कि ताकि वो भी बच जाएं। परमेश्वर का धन्यवाद करते हैं। दूसरा, मैं अपने क्वींस चर्च ऑफ गॉड का धन्यवाद करती हूँ मेरे लिए प्रार्थना करने के लिए, मेरी फैमिली के लिए प्रार्थना करने के लिए, स्पेशली मेरे ग्रीन कार्ड के लिए प्रार्थना किया। मैं धन्यवाद करती हूँ सबको। मैरी क्रिसमस। गॉड ब्लेस यू ऑल। मेरे देखा